എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. വയനാട് ദുരന്തത്തിൽപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉള്ളത് ഗാർഡനിലെ കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇന്ന് മഴയൊക്കെ ആയതിനു ശേഷം ഇടുന്നെടുത്ത വീഡിയോ ആണിത്. നമുക്കിപ്പോൾ തുടർച്ചയായിട്ട് മിക്കവാറും മഴ തന്നെയാണ്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് പ്ലാന്റുകൾ നമുക്കിതിനകത്ത് സെയിലിന് ഇടാനുണ്ടെന്ന് തോന്നി. അതായത് വാട്ടർ ലില്ലിയൊക്കെ 2-3 വെറൈറ്റിയൊക്കെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അത് കുറഞ്ഞ റേറ്റിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിൽ മിക്രാന്തായി, ഇസ്ലാമോറോടെ ഇത് രണ്ടും 100 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. മജന്ത വാട്ടർ ലില്ലി ഞാൻ കാണിച്ചത് അതിനകത്ത് നമുക്കിപ്പോൾ സെയിലിനായിട്ടില്ല. അത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മദർ പ്ലാന്റുകളേ ഉള്ളൂ. അതുകൊണ്ട് അതും ഇല്ല. മിക്രാന്ത, ഇസ്ലാമോറോടെ, ഡൗബൻ എന്നിങ്ങനെയുള്ള 3 വാട്ടർ ലില്ലികൾ ഫ്ലവറിങ് പ്ലാന്റുകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. മിക്രാന്തയ്ക്ക്, ഇസ്ലാമോറോഡയ്ക്ക് 100 രൂപ മാത്രമേ ഉള്ളൂ ഫ്ലവറിങ് പ്ലാന്റിന്. അപ്പോൾ വാട്ടർ പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഇസ്ലാമോറോഡയുടെയൊക്കെ ഒരു വലിയ പ്ലാന്റ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് തൈകൾ അതിനകത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മിക്രാന്ത ബ്ലൂ അതുപോലെ തന്നെയാണ്. എന്നും ഫ്ലവർ കാണാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് വാങ്ങി വെക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് ഇത് രണ്ടും. അതുപോലെ തന്നെ ബ്ലൂ വിസിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് അതൊക്കെ കുറവാണ്. പിന്നെ ഇത് രണ്ടുമാണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത്. 100 രൂപ മാത്രമേ ഉള്ളൂ ഒരു വലിയ പ്ലാന്റിന്. അതുപോലെ തന്നെ ഡൗവൻ വാട്ടർ ലില്ലിക്ക് 150 രൂപയാണ്. പിന്നെ നിങ്ങൾ പോട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എല്ലുപൊടിയൊന്നും ഉപയോഗിക്കരുത്. എല്ലുപൊടി ഇട്ടാൽ പ്ലാന്റ് ചീഞ്ഞ് പോകുമെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴൊന്നുകൂടി പറയുകയാണ്. ഒന്നാമത് ഇപ്പം മഴയൊക്കെ ആയത് കാരണം, മഴയും വെയിലും മാറി മാറി വരുന്നത് കാരണം നമ്മുടെ പ്ലാന്റുകളൊക്കെ ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലുപൊടി ഉപയോഗിക്കാതിരിക്കുക. ചാണകപ്പൊടി മാത്രം ഇട്ടിട്ട് പറമ്പിലെ മണ്ണ് ഇട്ട് കൊടുത്ത് നമ്മൾ ടബിൻ്റെ നടുക്ക് പ്ലാന്റ് താഴ്ത്തി വെച്ച് കൊടുത്താൽ മാത്രം മതി. അത് പ്ലാന്റ് ഒരുപാട് താഴ്ന്നു പോവുകയും ചെയ്യരുത്. താഴ്ന്നു പോയാൽ പ്ലാന്റ് ചീഞ്ഞു പോകും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ പ്ലാന്റിന് നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടി കിട്ടുന്നതാണ്. അതിനുശേഷം പിന്നെ വെള്ളം നിറച്ച് നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കുക. വാട്ടർ ലില്ലിക്ക് നല്ല വെയിൽ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നല്ല വെയിലുള്ളിടത്ത് തന്നെ വെക്കാൻ പറയുന്നത്. നല്ല വെയിൽ കിട്ടുന്നിടത്ത് തന്നെ വെച്ചാൽ പ്ലാന്റുകൾക്ക് എന്നും ഫ്ലവർ ഉണ്ടാകുന്നതുമാണ്. പിന്നെ 10 രൂപ തൊട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് കൂടുതലും വാട്ടർ പ്ലാന്റ് ഉള്ളത്. മൊസൈക്ക് പ്ലാന്റ്, അതുപോലെ തന്നെ പെന്നി വെർട്ട്, റെഡ് റൂട്ടഡ് ഫ്ലോട്ടിംഗ് പ്ലാന്റ്, ഇതിനെല്ലാം 10 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ വാട്ടർ ക്യാബേജ്, അസോള ഇതെല്ലാം ഫ്രീ ആണ്. ഇപ്പം നമ്മൾ കണ്ട വെള്ള വാട്ടർ ലില്ലി ഡൗബനാണ്. ഡൗബൻ ലില്ലിക്ക് 150 രൂപയാണ് റേറ്റ്. അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ് കോംബോ വേണമെന്നുള്ള കൂട്ടുകാർ അങ്ങനെ ചോദിക്കുക. നിങ്ങൾക്ക് വാട്ടർ പ്ലാന്റൊക്കെ നട്ടു വെക്കാൻ പറ്റിയ നല്ല ഒരു അവസരമാണിത്. മഴയൊക്കെ ആയതിനാൽ പ്ലാന്റുകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടും. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം വാങ്ങിച്ച് വെക്കാം. ഇസ്ലാമോറോടെ ഒക്കെ നമുക്ക് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇനിയും വാട്ടർ ലില്ലിയൊന്നും വാങ്ങിയിട്ടില്ലാത്ത കൂട്ടുകാർ വാങ്ങിച്ച് വെക്കുക. അതുകൊണ്ടാണ് നല്ല റേറ്റ് കുറവിൽ നിങ്ങൾക്ക് തരുന്നത്. അപ്പം ജപ്പോണിക്ക, മെക്സിക്കൻ സോഡ് ഇത് രണ്ടും കൂടി ഒരു പോട്ടിൽ വെച്ചതാണ്. രണ്ടും ഫ്ലവർ ഇട്ട് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിന് രണ്ടും റേറ്റ് കൂടിയതുമുണ്ട്, കുറഞ്ഞ തൈകളുമുണ്ട്. അപ്പോൾ 20 രൂപയൊക്കെയാണ് മെക്സിക്കൻ സോഡിൻ്റെ റേറ്റ്. കുറഞ്ഞതിൻ്റെ വില, കൂടിയതിന് 40 രൂപയും. അതുപോലെ തന്നെ ജപ്പോണിക്കയ്ക്ക് 50 രൂപ തൊട്ടാണ് റേറ്റ്. വലിയ പ്ലാന്റിന് 80 രൂപയും ചെറിയ പ്ലാന്റിന് 50 രൂപയുമാണ്. അപ്പോൾ ഇതൊക്കെ വേണ്ട കൂട്ടുകാർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊരു 100 രൂപയുടെ പ്ലാന്റെങ്കിലും വാങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്ന അല്ലാതെയുള്ള ഇൻഡോർ പ്ലാന്റ്സിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ട് അതും കൂടി ഇഷ്ടമായെങ്കിൽ ഓർഡർ ചെയ്യുക. നമ്മളിപ്പോൾ കേരളത്തിനകത്ത് മാത്രമേ പ്ലാന്റ് അയച്ചു കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ ദൂരോട്ടൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ പ്ലാന്റുകൾ ഒരുപാട് ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ തമിഴ്നാട്ടിലോട്ട് അത്യാവശ്യമൊക്കെ അയക്കുന്നുണ്ട്. വാട്ടർ പ്ലാന്റ് ആയതുകൊണ്ട് പ്ലാന്റുകൾ DTDC ചില സമയത്ത് താമസം വരുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ കേരളത്തിൽ, തമിഴ്നാട്ടിൽ മാത്രമേ അയക്കുന്നുള്ളൂ എന്ന് പറഞ്ഞത്. പിന്നെ ഈ കാണുന്നത് മിക്രാന്തയാണ്. നിങ്ങൾക്കറിയാമല്ലോ, നല്ല ഭംഗിയാണ് മിക്രാന്ത ബ്ലൂ കാണാൻ. അതുപോലെ തന്നെ ഇസ്ലാമോറോടെ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഫ്ലവറുകൾ നമുക്ക് ഏകദേശം ഒരുപോലൊക്കെ തോന്നും. പിന്നെ ഈ കാണുന്ന വൈറ്റ് ഫ്ലവറുള്ള പ്ലാന്റിന് അതിനൊക്കെ 20 രൂപ മാത്രമേ ഉള്ളൂ. ഇപ്പം മഴ ആയത് കാരണം ടബെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. പിന്നെ അസോളയൊക്കെ ഞാൻ ഒരുപാട് വാരി കളഞ്ഞതാണ്. എങ്കിലും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇതെല്ലാം വീണ്ടും നിറയുകയാണ്. ഇനി മഴയൊക്കെ കഴിഞ്ഞിട്ട് വേണം നല്ല രീതിയിൽ നമുക്കിവിടെ എല്ലാം
ഒന്ന് വൃത്തിയാക്കിയെടുക്കാൻ. പക്ഷെ തുടർച്ചയായിട്ട് മഴ പെയ്യുന്നത് കാരണം ഇത് നടക്കുന്നുമില്ല എല്ലാം ഒന്ന് വൃത്തിയാക്കാൻ. ഇപ്പോൾ നമ്മൾ കാണുന്ന ബ്ലൂ കാപ്പൻസിസ് ആണ്. അതിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട് സെയിലിന്. അത് ഞാനിപ്പോൾ അതിൻ്റെ റേറ്റ് പറയുന്നില്ല. വേണ്ട കൂട്ടുകാർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഇതൊക്കെ നല്ല പ്ലാന്റുകളാണ്. ഇത് പക്ഷേ നമുക്ക് കിഴങ്ങിൽ നിന്നുമാണ് തൈകളുണ്ടാകുന്നത്, ലീഫിൽ നിന്നുമല്ല. ഇതൊക്കെ ഒരുപാട് ദിവസം നിൽക്കുന്ന പ്ലാന്റുകളുമാണ് ഈ ബ്ലൂ കാപ്പൻസിസ്. അതുപോലെ തന്നെ ഇസ്ലാമോറയുടെ എന്നൊക്കെയുള്ള ഇതെല്ലാം 2-3 ദിവസമെങ്കിലും നിൽക്കുന്ന പ്ലാന്റുകളാണ്. പിന്നെ വാട്ടർ പോപ്പി ഉണ്ട്. വാട്ടർ പോപ്പിയുടെയൊക്കെ വലിയ ഫ്ലവറുകളാണ് ഇപ്പോൾ. അതിന് 30 രൂപയാണ്. പിന്നെയുള്ള വേറെ ഒരു സജിറ്റേറിയ പ്ലാന്റ് വൈറ്റ് കളറിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി